നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പലരും ചോദിക്കുന്നതാണ് റാഫിഞ്ഞ എവിടെ, ഗബ്രിയേൽ ഹീസസ് എവിടെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലതവണ നമ്മളത് കണ്ടിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് എന്തുകൊണ്ട് അവരെ എടുത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പലരും പക്ഷേ അത്രയും അങ്ങ് നോട്ടീസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡൊറിവാൾ ജൂനിയർ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഷോർട്ട് മെമ്മറിയാണ്, പലപ്പോഴും അവർക്ക് കാര്യങ്ങൾ ഓർമ്മ കാണില്ല എന്ന്. അതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. ബ്രസീലും ഇക്വഡോറും തമ്മിൽ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരം ഇന്ന് നടക്കുകയാണ്. നമുക്ക് പക്ഷേ ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എസ്റ്റവായോ വില്ലിനെക്കുറിച്ചും ലൂയിസ് എൻറിക്കയെക്കുറിച്ചും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് എങ്ങനെയാവും, എന്ത് പ്രതീക്ഷിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം റാഫിഞ്ഞ അടക്കമുള്ളവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മറുപടിയിലേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇതിന് മുമ്പത്തെ ദിവസം വരെ റാഫിഞ്ഞയെക്കുറിച്ച് പലർക്കും വലിയ ചോദ്യമായിരുന്നു. ഇപ്പോൾ നോക്കുക, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സസ്പെൻഡാണ് ഈ മത്സരത്തിന്. അത് ആളുകൾക്ക് ഓർമ്മയില്ല. ആളുകൾക്ക് പലർക്കും അധികം ഓർമ്മയില്ല. ജോയൽ ലിൻഡനും ഗബ്രിയേൽ ഹീസസിനുമൊക്കെ ഈ ഒരു കളിക്ക് സസ്പെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടില്ല 2 കളികളിൽ. പിന്നെ ഒരു കളി സസ്പെൻഡായ താരങ്ങളെ വെച്ചുകൊണ്ട് സ്ക്വാഡ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് അദ്ദേഹം അതിൻ്റെ ലോജിക്കായിട്ട് കാണുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ ദിവസം വരെ പലരും എൻട്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ഒരു കളിയിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ആ ചോദ്യം അങ്ങ് അവസാനിപ്പിച്ച് അവനെതിരെ വിമർശനങ്ങളുമായിട്ട് പലരും വരുന്നു. ഇനിയിപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എൻട്രിക്കാണെങ്കിലും എസ്റ്റവായോ ആണെങ്കിലും ലൂയിസ് എൻറിക്കെ ആണെങ്കിലും അവരാരും ബൈ ചാൻസിന് ഇവിടെ എത്തിയതല്ല. അവർക്കതിനുള്ള കഴിവും മികവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. നോക്കുക, ലൂയിസ് കൂടുതൽ മത്സരങ്ങൾ കളിച്ച് തെളിഞ്ഞയാളാണ്. അതേസമയം എസ്റ്റവായോ വില്ലിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്രേറ്റ് പൊട്ടൻഷ്യലാണ് അവനുള്ളത്. പക്ഷേ അവൻ്റെ കാര്യത്തിൽ നമ്മൾ കാമായിരിക്കണം. ആ പേഷ്യൻസോടുകൂടി വേണം കാര്യങ്ങളെ കാണാൻ. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സമയമാണ്. ക്ലബ് ലെവലിൽ നിന്ന് ദേശീയ ടീമിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ അതൊരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അതിലൂടെ വേണം വളർന്നു വരാൻ. സോ ആ അർത്ഥത്തിൽ വേണം ഈ താരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ഏതായാലും കോച്ച് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്: യുവതാരങ്ങളുടെ കാര്യത്തിൽ അനാവശ്യ തിടുക്കം കാണിക്കേണ്ടതില്ല. അവർക്ക് കൂടുതൽ സമയം കൊടുക്കണം. അവർ വളരും, അവർക്കതിനുള്ള പൊട്ടൻഷ്യലുണ്ട് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.